മഹാഗുരുശരണം. ഇന്ന് ഏപ്രിൽ 9 ബുധനാഴ്ച. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഒരു കാര്യം ആദ്യം പറയട്ടെ. കുറേയധികം കോൾ വരുന്നുണ്ട്. ഇന്നലെയും കുറേ അധികം ആൾക്കാരോട് സംസാരിച്ച് വരുന്ന കോളുകളൊക്കെ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ വിചാരിച്ച വഴിയെ പോകാൻ പറ്റുന്നില്ല. യൂണിവേഴ്സ് വിചാരിച്ച വഴിയെ ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അപേക്ഷയുണ്ട് എനിക്ക്. കാര്യം ആരെങ്കിലും ചിലർ ദക്ഷിണ അയക്കുന്നുണ്ട്. ചിലരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദിവസം ഒരാളോ വല്ലതും അയച്ചാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ ആരെങ്കിലും ഞാൻ വിളിക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് മിസ് കോൾ അടിക്കുക. അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ദക്ഷിണ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക, എന്തെങ്കിലും അയക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും അത് ചെയ്തത്. അപ്പോൾ അത് എനിക്കത് കണ്ണിപ്പെടാണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വീഴ്ച വരരുത് കൊണ്ടാന്ന് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ എല്ലാവരും എന്നാ ദക്ഷിണ അയച്ചാൽ ഉടനെ സാറ് നോക്കുമെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് അതിൻ്റെ അങ്ങനത്തെ കടുംകൈയൊന്നും കാണിക്കരുത് കേട്ടോ. അതും ഞാൻ പറയുന്നത് അത്യാവശ്യമുള്ളവർ ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഞാനിങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വ്യക്തി വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദ്യം സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിനോട് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. സാറ് വിവര പട്ടിക എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? അല്ല, ഓരോരുത്ത് കോൾ ചെയ്യുമ്പോൾ ആ നമ്പറിൽ വിളിക്കുമ്പോഴത്തേക്കും ഇന്ന സർവീസിന് ഇത്ര രൂപ എന്നൊക്കെയാണ് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ഞാനൊരു സർവീസും ചെയ്യുന്നില്ല. ഇത് എന്നിലൂടെ എന്തോ ഒക്കെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരു അവകാശവാദങ്ങളും എനിക്കില്ല. നടന്ന് ഒത്താലൂട്ടി ഇല്ലെങ്കിൽ ഡൽഹി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിൽ ശ്രീനിവാസപ്പൈ വെറും ഒരു നിയോഗം മാത്രമാണ്, നിമിത്തം മാത്രമാണ്. അത് എൻ്റെ പരിമിതികൾ, വ്യക്തിപരമായിട്ടുള്ള പരിമിതികളെല്ലാം ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ജാതകം നോക്കാനായിട്ട് ഞാൻ പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല, എല്ലാവരും ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ ജാതകം ചോദിക്കുന്നത് എനിക്ക് അത് വെച്ച് നിമിത്തം കിട്ടാനും അങ്ങനത്തെ കുറേ, അല്ലെ ഇപ്പോഴും ദശ എന്താണെന്നൊക്കെ അറിയാനുമാണ്, അല്ലാണ്ട് വേറെ ഒരു കാര്യമല്ല. പ്രൊഫഷണലി ആരെങ്കിലും ഇത് ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ആരും ഉണ്ടാക്കിയെന്നുള്ളതല്ല. ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു വ്യക്തി എന്നെ വിളിച്ചു. ആ വ്യക്തി വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ വിളിച്ചിട്ട് വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലല്ല, വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ചെറുപ്പക്കാരനാണ്, എങ്ങാണ്ടോ 30-35 വയസ്സ്, കുട്ടികളുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, ഫാമിലി എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി വേറെ അടുത്താണ്, ഇദ്ദേഹം ഒറ്റയ്ക്ക് ഒരിടത്ത് താമസിക്കുകയാണ്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു സൈഡിൽ വേദനയുണ്ട്, തളരുന്ന പോലെ തോന്നുന്നു. അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായോ? ഇതാകുന്നു കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ദിവസം എൻ്റെ കോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ ആരുടെയൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെയുള്ള പുള്ളിയുടെ കോണ്ടാക്റ്റ് ഉള്ളവരുടെ. ഇദ്ദേഹം ഓഫീസറോ മാനേജറോ മറ്റോ ആണ് ബ്രാഞ്ചിൽ, എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയാണ് ഫീഡ്ബാക്ക് തന്നത്. ഡെയിലി എന്തോ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ വൈകിട്ട് എൻ്റെ മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നണം ബാങ്കിൽ പല ആൾക്കാരും പോണത് 6 മണിക്ക് 7 മണിക്ക് പോകണമെന്നൊന്നും നടക്കില്ല. പല ഓഫീസേഴ്സും പോണത് 9-10 മണിയാണ്. ഈ കമ്പ്യൂട്ടറാണെന്നൊക്കെ പറയും, സംഗതി ഒന്നുമല്ല, വർക്ക് ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ പലരും പോണ ഇത്. അപ്പോൾ എൻ്റെ സമയത്ത് രാവിലെ ഞാൻ നീ വിളിച്ചിട്ട് ഇടയ്ക്ക് വിളിച്ചു നോക്കണം, എൻ്റെ മെസ്സേജ് വന്നില്ലെങ്കിൽ നീ വിളിച്ചു നോക്കണം. അതുപോലെ വൈകിട്ടും ഇത് ചെയ്തിട്ടില്ല, ഒന്ന് നോക്കണം. എൻ്റെ റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ അവിടെയുള്ളവരെ വിളിച്ചിട്ട് ഒന്ന് ഓഫീസിൽ വന്ന് നോക്കാൻ പറയണമെന്ന് പറഞ്ഞു. വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബാങ്കിങ് മേഖലയിലുണ്ട് കേട്ടോ. കുറേ പേര് ബാങ്കിൽ കയറിയിട്ട് അവിടെ അതിലെ പ്രഷർ ഇത് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് സൈകിട്ടിട്ട് ഇറങ്ങിയ ആൾക്കാരുണ്ട്. കാര്യം എന്താ വെച്ചാൽ വേറൊരു കാര്യം പറയും, ബാങ്ക് ഭയങ്കര അടിപൊളിയാണ്, സംഗതി അടിപൊളിയാണ് പുറത്തു നിന്ന് കാണുമ്പോഴത്തേക്കും. ബാങ്കിൽ വർക്ക് ചെയ്താൽ ഒറ്റ പ്രയോജനമേ ഉള്ളൂ, നമുക്ക് വേറൊരാൾ ജാമ്യം ഇല്ലാണ്ട് നമുക്ക് ലോൺ എടുക്കാം. അത് സർവീസ് ഇത്ര ആകണമെന്നുണ്ട് കേട്ടോ. ചിലതിന് 1 വർഷം ആകണം, ചിലതിന് 3 വർഷം ആകണം എന്നൊക്കെ ഉണ്ട്. വീടിന് വേറെ ആൾക്കാരുടെ ജാമ്യം വേണ്ട, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ കുറവാണ്, ഇൻട്രസ്റ്റ് അല്പം കുറവാണ്. അതുപോലെ തന്നെ ഒരു വെഹിക്കിൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ എളുപ്പമാണ്. മനസ്സിലായോ? അതൊരു എളുപ്പമാണ്. അല്ലാണ്ട് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ശമ്പളം തട്ടിച്ചു നോക്കിയാൽ എനിക്ക് തോന്നുന്ന റെയിൽവേയിലെ അത്രയും പോലും ശമ്പളമൊന്നും ബാങ്കിലില്ല എന്നാണ് തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലരൊക്കെ ബാങ്കിൽ ആദ്യമൊക്കെ ഞാൻ ബാങ്കിൽ വരാനൊക്കെ പലരോടും പറയായിരുന്നു. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ വന്നപ്പോൾ ബാങ്കിൽ
വേറെ ഉണ്ടെങ്കിൽ നോക്കാനാണ് പറയുന്നത്. എൻ്റെ അനന്തരവള് തന്നെ പറഞ്ഞ്, അവള് IT ആണ്, അവള് അമ്മാവ ഞാൻ ബാങ്കിലേക്ക് നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, നീ വേറെ വല്ല ഇൻഷുറൻസ് നോക്കിക്കോ, അല്ലെങ്കിൽ റെയിൽവേ നോക്കിക്കോ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നോക്കാൻ പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഞാൻ പറയുന്നില്ല, കേരള സ്റ്റേറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം അത്രയ്ക്കും ഇതായിട്ട് നിൽക്കുകയാണ് ഇവിടെ, സമ്പൽ സമൃദ്ധമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഇതിലൂടെ പോകുന്നുണ്ടെങ്കിൽ, ഒന്ന് അവരുടെ ദശാകാലത്തിൻ്റെ ആ ബ്ലോക്കുകളെല്ലാം ഉണ്ട്, നമുക്ക് കഴിയുന്നതും മാറ്റാം. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക. അവരൊക്കെ ഭയങ്കര സ്ട്രെസ് എന്നല്ല, ചില കാര്യങ്ങളിൽ അവർ ട്രോമയിലൂടെ കടന്നു പോകും. നമ്മുടെ അടുത്ത് പറയില്ല. 10ാം ക്ലാസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ എഴുതുമ്പോൾ മത്സരമല്ലേ നടക്കുന്നത്, പല ട്രോമയിലൂടെ കടന്നു പോകും. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ചിലർ വിളിക്കാറുണ്ട്, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വരുമോ എനർജി നോക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ചിലർ വിളിക്കാറുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ശനീശ്വരൻ്റെ ഇതായപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് വരാമോ എന്ന് ചോദിച്ചപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ എനിക്ക് വരുന്നതിനൊക്കെ അവരോട് കാറിൻ്റെ കാശ് തരണമെന്നൊക്കെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം ബസ് ഞാൻ കഴിയാമെന്ന് യാത്ര ചെയ്യാറില്ല, ട്രെയിനിലാണ് യാത്ര. ട്രെയിനിലാണെങ്കിൽ നേരത്തെ റിസർവ് ചെയ്ത് ഞാൻ യാത്ര ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ആലപ്പുഴ പോകണമെങ്കിൽ പോലും ഇത് കണ്ണൂരോ അല്ലെങ്കിൽ ചെന്നൈ ആലപ്പിയോ ഉണ്ട്. അപ്പോൾ അതിൽ പോകണമെങ്കിൽ പോലും റിസർവ് ചെയ്തേ പോവുള്ളൂ, അല്ലെങ്കിൽ ചെന്നൈ ആലപ്പിലാണെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തേ പോവുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അതിൽ സീറ്റ് എവിടെയെങ്കിലും കിട്ടും. അങ്ങനെ കുറച്ച് കാര്യം എന്താ വെച്ചാൽ എൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇതിലും ഞാൻ അങ്ങനെ ഒരു അച്ചടക്കത്തോടെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നു. അപ്പോൾ പലരും വിളിച്ചിട്ട് സാറിനെ കാണാൻ എന്ത് ചെയ്യണം, എറണാകുളത്ത് വന്നാൽ എവിടെ കാണാമെന്നൊക്കെ ചോദിക്കുന്നു. എറണാകുളത്ത് വന്നാലൊന്നും കാണാൻ പറ്റുകയില്ല, ദയവ് ചെയ്ത്. പറ്റിയെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് പറയൂ, എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ വന്ന് കാണാം, അതേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ലേഡീസ് വിളിച്ചാൽ വരികയില്ല, അതും ഞാൻ പറയാം. ആരെങ്കിലും ജെൻസ് വേണം, ജെൻസിനോട് വിളിച്ച് സംസാരിച്ച് അവരും വീഡിയോ കോൾ ചെയ്ത് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലും മാത്രമേ ഞാൻ വരികയുള്ളൂ കേട്ടോ. അതൊക്കെ അങ്ങനെ വെച്ചാൽ കുറച്ച് അനാവശ്യ നിർബന്ധ ബുദ്ധികൾ എനിക്കുണ്ട്, അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷനുണ്ട്. നമ്മുടെ എന്തോ ഒക്കെ കുറച്ച് കാര്യങ്ങൾ തെളിയാനായിട്ട് നമ്മൾ കുറച്ച് പരീക്ഷകളിലൂടെ കടന്നു പോകാനാണ് ഈ അനുഭവങ്ങൾ നമുക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വളരെയധികം സന്തോഷകരമാകും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയത് ഈ കാര്യങ്ങൾ തിരിച്ചറിയാനാണെന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് വരും. അപ്പോൾ ദയവ് ചെയ്ത് ആൾക്കാരത് മനസ്സിലാക്കുക. കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്, തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. കാര്യം ഇനിയും ഇപ്പോൾ രാവിലെ തൊട്ട് കുറേയധികം പേരുടെ കോൾ വന്നു, ഇനിയും കുറേയധികം പേരുടെ വരും. അപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ പലർക്കും സന്തോഷം ഇതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ആരെങ്കിലും സങ്കല്പത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ വാങ്ങിച്ചെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ദക്ഷിണ അയക്കുക, നിർബന്ധമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ആകരുത്, അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. കാര്യം നമ്മൾ ഉപദേശം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജ്യോതിഷൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ അടുത്തുനിന്ന് നമ്മളൊരു ചാർത്ത് വാങ്ങിക്കുന്ന പോലെയാണത്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല, അതും പറയുന്നത്. ഇത് പറയേണ്ട എൻ്റെ ഒരു കടമയാണ്. ഞാനായിട്ടൊരു ആൾക്കാരുടെ ജീവിതത്തിൽ കാർമിക് ബ്ലോക്ക് വരുത്തരുതെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ESP പാരാനോർമൽ ചാനലിൻ്റെ താഴെ വന്നിട്ട് ഓരോരുത്തർ പല കമൻ്റ് ഇടുന്നുണ്ട്. ആ കമൻ്റ് ഇടുന്നവർ ആ തലത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൽ നല്ല കമൻ്റ് ഇട്ടവർ ആ നല്ല തലത്തിലൂടെ കടന്നു പോകുന്നു, അല്ലാത്തവർ അവരുടെ തലത്തിലൂടെ മതിഭ്രമത്തിൻ്റെ തലത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ ലോഡ് ശിവയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഭഗവാനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആര്? ആദ്യം ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. ശ്രീനിവാസപ്പ എന്ന് പറയുന്ന ഈ ശരീരത്തിലിരിക്കുന്ന എനർജി എന്തൊക്കെയാണ്, ഏതൊക്കെ അനുഭവങ്ങളിലൂടെ പോയി എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കണം. അത് ശ്രമിക്കാണ്ട് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അതിന്മേൽ കയറിയിട്ട് താങ്ങുകയാണ്, ഗിർവാണ അടിക്കുകയാണ്. എന്ത് ജന്മങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ചേട്ടൻ പ്രദീപ് ഏട്ടൻ പറഞ്ഞ് അതൊന്നും അങ്ങനെയുള്ളതൊന്നും പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായ ഇതിൽ അത് തോന്നലുകളാണോ എന്താണെന്നൊക്കെ ഇത് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ വൈഫ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, കുറേയധികം കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ നിങ്ങളിങ്ങനെ കേട്ട് ഇത് ചെയ്യാണ്. ഞാൻ പറഞ്ഞു അതെ, കേട്ടിട്ട് അവർക്ക് പ്രതിവിധി പറയുമ്പോൾ അവളും കേൾക്കുന്നുണ്ട്. ഞാനിത് പ്രതിവിധി പറയുന്ന ഇത് ചെയ്യുക, അതിൽ ചിലത് സ്റ്റാറ്റസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു സന്തോഷം. നമ്മൾ എന്തോ ഇതായിട്ട് ഏതോ മുജ്ജന്മത്തിൻ്റെ ഒക്കെ ആയിരിക്കും, എത്രയോ ജന്മങ്ങൾ, ആയിരക്കണക്കിന് ജന്മങ്ങളായിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്, മനസ്സിലായ.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയ പുണ്യമൊന്നുമില്ല. അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പലരും പലവിധ പരിപാടികൾ നടത്തി. ഇപ്പോൾ വിദേശത്തുനിന്നൊരു ആൾ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വിദേശത്ത് വന്നത്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ആരെയൊക്കെ കണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ചെയ്തതിൻ്റെ ഫലം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞേ, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാണ്. ഒരു കാര്യം മാത്രം പറയാം, ദൈവം എന്ന് പറഞ്ഞ ഇതിന് ശക്തിയെ നമ്മൾ നമ്മുടെ യഥാശക്തി വെച്ച് നമ്മൾ എന്താണ് നമ്മളാലാകുന്ന കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ നമ്മുടെ കാർമിക് ബ്ലോക്സ് ഒരു വഴിപാട് കൊണ്ടോ മറ്റോ കൊണ്ടോ മാറ്റാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് മാത്രം മാറുമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പൂജ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ രാവിലെ തൊട്ട് പോയി നമ്മളാലാകുന്ന ശ്രമദാനം അവിടെ നടത്തണം. മനസ്സിലായി? നമ്മളാലാകുന്ന ശ്രമദാനം എന്തെങ്കിലും കാണും അവിടെ. ഇത് ചെയ്യാനേ ചിലപ്പോൾ അമ്പലക്കാർ സമ്മതിച്ചു എന്ന് വരും, സമ്മതിച്ചില്ല എന്ന് വരും. അവിടെ എന്തെങ്കിലും ശ്രമദാനം നടത്തുകയാണ്. അല്ലെങ്കിൽ രാവിലെ നട തുറക്കുമ്പോൾ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരുന്നിട്ട് ഒന്നുമില്ല, ആ അന്തരീക്ഷത്തിലിരുന്ന് ഇത് ചെയ്യുക. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, ഇവൻ എന്താണ് രാവിലെ തൊട്ട് ഇവിടെ വന്ന് കുത്തിയിരിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ എന്താ ഇരിക്കണമെന്ന് ആൾക്കാരിങ്ങനെ കുശുകുശുക്കുകയൊക്കെ ചെയ്യും. അപ്പോഴേ മനസ്സിലാക്കുക നമ്മുടെ ഉള്ള ഓരോന്നോരോന്നും അങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കും. നമ്മൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും കാണും, എന്തെങ്കിലും ഇതുണ്ടാകും. ആ സമയത്ത് ദൈവം നമുക്ക് തോന്നിക്കും, ആ ഇന്ന കാര്യം ചെയ്ത് നിൻ്റെ ബ്ലോക്ക് മാറാനായിട്ട് നീ ഇന്നത് ചെയ്യുമെന്ന് പറയുക, അതൊക്കെ ഇത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ കുറേയധികം മാറ്റം. നമ്മളൊരു പൂജ ചെയ്യുകയാണെങ്കിൽ ആ പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ ഒരുക്കുക, പാത്രങ്ങളൊക്കെ നമ്മൾ തന്നെ ഇത് ചെയ്യുക. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെയ്യുന്നവർക്ക് പുരോഹിതർക്ക് കോൺട്രാക്റ്റ് കൊടുക്കും. എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവരും. നമ്മളവിടെ ഇരിക്കുക, പോവുക. ഇപ്പോൾ മദ്രാസിലൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മരുമകനുണ്ട്, രാധാകൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹം ഒരാളുടെ അടുത്ത് വേറൊരാളുടെ അടുത്ത് ഇതിന് പോകുക. അവർക്ക് കാറ്ററിംഗ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്ന മദ്രാസിൽ. അപ്പോൾ ഞാനും പോയിട്ടുണ്ട് അവരുടെ ഇതിനൊക്കെ പോകുമ്പോൾ ഇതുണ്ടെങ്കിൽ പോകും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും പന്തലിൽ വന്നാൽ മതി, അവരുടെ സ്വർണ്ണം അത് ഇതൊക്കെ കൊണ്ടാൽ മതി, മാല അത് ഇതെല്ലാം അവർ തയ്യാറ് ചെയ്യും, കൊട്ടുകാരെല്ലാം. അപ്പോൾ അവിടെ ഈ ചെറുക്കനും പെണ്ണും വരുമ്പോൾ ഉഴിയണം, മനസ്സിലായി? അവർക്കിങ്ങനെ ഒരു തട്ടത്തിൽ കുരുതി പോലെ എടുത്ത് ഉഴിയണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പച്ചി ഉണ്ടായിരുന്നു, അപ്പച്ചി ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അപ്പച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നവരെ അപ്പച്ചി അത് ചെയ്തുകൊണ്ടിരുന്നു ഒരു 2 വർഷം മുമ്പ് വരെ. ഇപ്പോൾ 80 വയസ്സിന് മുകളിലായി അപ്പച്ചിക്ക്, മനസ്സിലായി? 84 വയസ്സായി കാണും. അപ്പോൾ അപ്പച്ചി അത് ചെയ്തുകൊണ്ടിരുന്നു, മനസ്സിലായി? അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ആൾക്കാരുണ്ട്. ഇത് എന്താണ് മൈലാഞ്ചി ഇടാനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നാൽ മതി. റൂമെല്ലാം ഭക്ഷണം എല്ലാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി, അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് പോയാൽ മതി. ഇപ്പോൾ പല പൂജകളും നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, കല്യാണം അത് ഇതൊക്കെ ഓക്കെ, പക്ഷേ പൂജകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർമിക് ബ്ലോക്ക്സ് മാറാനാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ കാർമിക് ബ്ലോക്ക്സ് മാറാനായിട്ട് നമ്മളാലാകുന്ന മന, തനവും മനവും. ധനം ഏതായാലും ഇതുകൊണ്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ശ്രമദാനം നടത്തുക കേട്ടോ. അപ്പോൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പോകെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കേവർക്കും, നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമരാവിഷ്ടവും നടക്കാനായിട്ട്, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അതിൽ നല്ല ഉന്നത മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടാനും, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് ഉത്തമമായ സംസ്കാര സമ്പന്നമായ ജീവിത പങ്കാളി ലഭിക്കാനും, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി കൈവരുവാനും, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ വ്യാപാരത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ കൺസൾട്ടേഷനുകളിലോ എല്ലാം ഉത്തരോത്തര വരുമാന വർധനവ് വരാനും, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോ ജോലി ചെയ്യുന്നവരാകട്ടെ, വീടുകളിലുള്ളവരാകട്ടെ, കുട്ടികൾക്കാകട്ടെ, ഇപ്പോൾ കുട്ടികൾ പഠനത്തിന് പോയെടുത്ത് പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്ത്, വിനോദയാത്ര, തീർത്ഥയാത്ര, ദൈനംദിന ആവശ്യത്തിനുള്ള യാത്രകളിലെല്ലാം സുരക്ഷിതത്വം ലഭിക്കാനും, അതുപോലെ എല്ലാവരുടെയും കുലദേവതകൾ, ഇഷ്ടദേവതകൾ, ഗ്രാമദേവതകൾ, അതുപോലെ തന്നെ നമ്മുടെ വിവിധ ജന്മങ്ങളിലെ ഗുരുപരമ്പരകൾ, അതുപോലെ പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര സമാധാനം, സന്തോഷം, പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ, അതിനു വേണ്ടിയിട്ട് എൻ്റെ ഗുരുപരമ്പരകളോട്, ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു നിർത്തുന്നു.
നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.